Continuing here the Thevenin equivalent circuit, I have found out equation 1, 2 and 3. Now after substituting 3 in equation 1 we get till this point we have written, I have corrected it, I2 into Z2 plus Z3 plus ZL into Z1 plus Z3 minus I2 into Z3 square, okay, is equal to EZ3. Till there we have studied. Now let us take I2 outside. I2 in the left hand side you can take outside, and then I2 is equal to EZ3 divided by Z2 plus Z3 plus ZL into Z1 plus Z3 ആണ് അവിടെ വരേണ്ടത് അല്ലേ. അപ്പം Z2നെ ഞാൻ Z1 plus Z3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആദ്യത്തെ ടേം Z2 ഇൻറ്റു the second term in the bracket. So Z2 ഇൻറ്റു Z1 പ്ലസ് Z3 അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. Z2 ഇൻറ്റു Z1 പ്ലസ് Z3. പിന്നെ അടുത്ത ടേം അതാ Z3 അല്ലേ, Z2 പ്ലസ് Z3 എന്നല്ലേ അല്ലേ. Z3 ഇൻറ്റു Z1 പ്ലസ് Z3. അപ്പം Z3 ഇൻറ്റു Z1 ഞാൻ എഴുതി, Z3 ഇൻറ്റു Z1 ഞാൻ എഴുതി, പിന്നെ Z3 ഇൻറ്റു Z3 അത് Z3 സ്ക്വയർ അല്ലേ. അപ്പോൾ ആ Z3 സ്ക്വയർ ഇവിടെ വേറൊരു Z3 മൈനസ് Z3 സ്ക്വയർ കിടപ്പില്ലേ, അതുമായിട്ട് ക്യാൻസലായി പോകും. അതുകൊണ്ടാണ് ആ ടേം അവിടെ എഴുതാത്തത് കേട്ടോ. സോ Z3 ഇൻറ്റു Z1 പ്ലസ് Z3യിലെ Z3 ഇൻറ്റു Z1 മാത്രമേ എഴുതിയുള്ളൂ. Z3 ഇൻറ്റു Z3 സ്ക്വയർ ഗെറ്റ് ക്യാൻസൽ വിത്ത് ദ മൈനസ് Z3 സ്ക്വയർ ദർ. ഓക്കെ, സോ നൗ ZL ഇൻറ്റു Z1 പ്ലസ് Z3 ദാറ്റ് ഈസ് ദർ ലാസ്റ്റ് ടേം. സോ Z3 divided by Z2 into Z1 plus Z3 plus Z1 Z3 plus ZL into Z1 plus Z3. Okay, so I2 we have written, and Z1 plus Z3 is there in the denominator, and I have taken it numerator. There he Z3 divided by Z1 plus Z3. അപ്പോൾ ഈ Z1 plus Z3നെ കൊണ്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഡിവൈഡ് ചെയ്തെന്ന് ഓർത്താൽ മതി. സോ ഡിവൈഡ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ Z1 plus Z3. സോ ന്യൂമറേറ്ററിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും, ഈ Z3 ബൈ Z1 plus Z3. ന്യൂമറേറ്ററിനെ ഡിവൈഡ് ചെയ്തു. അതുപോലെ ഡിനോമിനേറ്ററിലെ ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്യാണ്. ഫസ്റ്റ് ടേമിനെ Z1 plus Z3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ Z2 മാത്രമേ റിമെയിൻ ചെയ്യുള്ളൂ. The second term Z1 Z3 divided by Z1 plus Z3. തേർഡ് ടേമിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ZL മാത്രം റിമെയിൻ ചെയ്യും. സോ ZL Z1 plus Z3 will get cancelled there. So I2 gives equation number 3 now. See there, equation number 3 is I2. Now I have to write ETH means the Thevenin voltage അല്ലേ. Thevenin വോൾട്ടേജിനെ ഞാൻ ന്യൂമറേറ്റർ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. സോ ETH മീൻസ് Z3 ബൈ Z1 പ്ലസ് Z3 അതല്ലേ ശരിക്കും നമ്മൾ ഈ സർക്യൂട്ടിൽ നോക്കുകയാണെങ്കിൽ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ സർക്യൂട്ട് നോക്കിയാൽ അത് തന്നെയാണ് നമ്മുടെ മുകളിലത്തെ സർക്യൂട്ട് അല്ലേ. അവിടെ ZL മാത്രമേ ഇല്ലാന്നേ ഉള്ളൂ. ZLന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആയിരിക്കണം ETH, തെവനിൻ വോൾട്ടേജ് എന്ന് നമ്മൾ പറഞ്ഞു. ആ തെവനിൻ വോൾട്ടേജ് എന്താണ് ശരിക്കും ഈ സർക്യൂട്ടിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. സർക്യൂട്ടിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ദ വോൾട്ടേജ് അക്രോസ് ദ ടെർമിനൽസ് ഇൻ ദ റൈറ്റ് ഹാൻഡ് സൈഡ്. വാട്ട് വിൽ ബി ദ വാല്യൂ, E ബൈ Z1 പ്ലസ് Z3 അല്ലേ. അതാണ് അവിടുത്തെ കറണ്ട്. E ബൈ Z1 പ്ലസ് Z3 ഇൻറ്റു Z3 will be the voltage across Z3 അല്ലേ. Z3ക്ക് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് E ബൈ Z1 പ്ലസ് Z3 ഇൻറ്റു Z3 അല്ലേ. കറണ്ട് എന്ന് പറയുന്നത് E ബൈ Z1 പ്ലസ് Z3 ആണ് കറണ്ട്. ആ കറണ്ടിനെ Z3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം വോൾട്ടേജ് അക്രോസ് Z3 കിട്ടുമല്ലോ. വോൾട്ടേജ് അക്രോസ് Z3 തന്നെയാണ് വോൾട്ടേജ് അക്രോസ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ടെർമിനൽ ETH എന്ന് പറയുന്നത് കേട്ടോ. Z3യുടെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് തന്നെയാണ് നമുക്ക് ETH ഇവിടെ കിട്ടുക. അപ്പോൾ ആ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ Z3 ബൈ Z1 പ്ലസ് Z3 ആണ് അല്ലേ. അതല്ലേ ഇവിടെ ന്യൂമറേറ്റർ നോക്കിയേ. ഇക്വേഷൻ 3യിലെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഈ Z3 ബൈ Z1 പ്ലസ് Z3 ആണ്. സോ വി ക്യാൻ റൈറ്റ് ദ ന്യൂമറേറ്റർ ആസ് in equation 3 numerator as ETH.
Okay. So when E is replaced by its internal impedance, നമ്മൾ ഇനി ഇൻറ്റേർണൽ ഇമ്പിഡൻസ് കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പം അതിലെ ഇഫക്റ്റീവ് ഇമ്പിഡൻസ് എത്രയാണ്, ZTH എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. സോ അതൊന്ന് നോക്കാം. വെൻ ഈ ദ സോഴ്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ ഇറ്റ്സ് ഇൻറ്റേർണൽ ഇമ്പിഡൻസ് അത് 0 ആണ്. സോ ഇറ്റ് ഈസ് ഷോർട്ടഡ് ദെയർ. സോ Z1 Z3 പാരലൽ ആണല്ലേ. Z1 Z3 പാരലൽ ആയതുകൊണ്ട് ഞാനതിന് സമ്മ് 1/Z1 + 1/Z3 എന്ന് എഴുതി. അത് മറ്റേ Z2 ആയിട്ട് സീരീസ് ആയിട്ട് വരും അല്ലേ. സോ Z2 പ്ലസ് എന്താണ്, Z2 പ്ലസ് Z1 Z3 ഡിവൈഡ് ബൈ Z1 + Z2 അല്ലേ. Z1 Z3 ആണ് മേളിൽ കേട്ടോ. Z1 Z3 ഡിവൈഡ് ബൈ Z1 + Z3 അതാണ് effective resistance. So Z2 plus Z1 Z3 by Z1 plus Z3, that is ZTH. So equation 3 can be effectively written as ZTH. അപ്പോൾ എവിടെയാണ് വരുന്നത്? ZTH എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ ZL ഒഴിച്ച് ബാക്കി എല്ലാം കൂടെ ചേർത്താൽ നമുക്ക് ZTH ആയി. So the effective resistance, the current I2 will be equal to ETH by ZTH by ZTH plus ZL. That is equation number 6. And this proves the Thevenin's theorem. So we have simplified the whole circuit into one Thevenin voltage in series with the Thevenin resistance connected to the load. So that is what we have changed it, as we have done it in here in this picture, in the right hand side picture. See Thevenin equivalent circuit. ETH ZTH connected to the load. Load ആണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ പോസിറ്റീവ് നെഗറ്റീവിലും കണക്ട് ചെയ്യേണ്ടത്. So that is what we have found out. The effective current is ETH by ZTH plus ZL, the current passing through the load. So remember this, how we have found out I2. So first we have what we did is, first we took the first mesh and written the equation for the first mesh, and then we took the second mesh, written the equation for second mesh, and then substituted for from second mesh we have taken I2 and substituted in I1 and substituted it in equation 1. Equation 1 we have found out I2. From equation after substituting 3 in equation 1 we can get I2. So I2 we have rearranged and written in equation 4 ആണിത് കേട്ടോ. ലാസ്റ്റ് 3 കഴിഞ്ഞ് പിന്നെയും 3 എഴുതിയേക്കുന്നത്, പക്ഷേ 3 അല്ല 4. ഈ THൻ്റെ ഇക്വേഷൻ 5 ആകും. ഞാനത് കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. ലാസ്റ്റ് ഇക്വേഷൻ നമ്പർ 6 ആണ് കേട്ടോ. So equation number 6 gives the value of I2. So Thevenin's theorem says that a resistive circuit can be represented by one voltage source and one resistor. So a resistive circuit is given in the left hand side picture here in this yellow diagram. So any circuit, any complicated circuit, we can simplify into this Thevenin equivalent, which is having only one voltage source and one resistance. Voltage source having VTH voltage and resistance having RTH. And one example is there for this Thevenin equivalent circuit. You can see here there is a circuit given here with one voltage source and one current source. The voltage across A and B point you have to find out. That place across A and B we place the load resistance. So on that load what will be the current, you have to find that. So in order to find the Thevenin equivalent circuit for the circuit shown in figure, calculate the open circuit voltage VAB. So voltage VAB നമുക്ക് കണ്ടുപിടിക്കണം. അതായത് A B ടെർമിനലിലുള്ള വോൾട്ടേജ് എത്രയാണ്. Note that when A B terminals are open there is no current flow to 4 ohm resistor അല്ലേ. 4 ohm റെസിസ്റ്ററിലൂടെ കറണ്ട് പോകുമോ അവിടെ? ഇല്ല. Therefore the voltage VAB is the same as the voltage across the 3A current source. കറണ്ട് സോഴ്സിന് അബൌട്ട് അക്രോസ് എത്ര വോൾട്ടേജ് ഉണ്ടോ അത് തന്നെയാണ് എ ബിക്ക് അക്രോസും ഉണ്ടാവുക. സോ അതുകൊണ്ട് നമ്മൾ അതിനെ V1 എന്ന് വിളിക്കുന്നു.
സോ നമുക്കിതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. To find the voltage V1, solve the equation for the singular node voltage by choosing the bottom right node as the reference node. നമുക്ക് ആ ലൂപ്പ് ഒന്ന് കൺസിഡർ ചെയ്യാം. V1 മൈനസ് 25. അപ്പോൾ V1 വോൾട്ടേജ് ഇവിടെ ഏതാണ് കറണ്ട് സോഴ്സിൻ്റെ മേളിലെ വോൾട്ടേജ് V1 ആണ് അല്ലേ. അതേ വോൾട്ടേജ് തന്നെയായിരിക്കും 20 ഓമിന് അക്രോസ് ആയിട്ടുള്ളതും അല്ലേ. സോ 20 ഓമിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് മൈനസ് 25. 25 ഇസ് ദ വോൾട്ടേജ് സോഴ്സ് ഇൻ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ അത് മൈനസ് ചെയ്തു. ഡിവൈഡ് ബൈ 5 ഓം. അവിടെ പിന്നെ അത് തമ്മിൽ മൈനസ് ചെയ്യാൻ അതിനിടയ്ക്ക് ഒരു റെസിസ്റ്റൻസേ ഉള്ളൂ 5 ഓം അല്ലേ. സോ 5 ഓം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം കറണ്ട് ത്രൂ 5 ഓം കിട്ടും അല്ലേ. സോ V1 മൈനസ് 25 ഡിവൈഡ് ബൈ 5 ഈസ് ദ കറണ്ട് ത്രൂ 5 ഓം. ദെൻ V1 ബൈ 20 ഈസ് ദ കറണ്ട് ത്രൂ 20 ഓം. അപ്പം ആ 20 ഓമിൻ്റെ മേളിലുള്ള നോഡിൽ ഉള്ള വോൾട്ടേജും V1 തന്നെയാണ് അല്ലേ. V1 തന്നെയാണ്. സോ V1 ബൈ 20 വിൽ ബി ഗിവിങ് ദ കറണ്ട് ത്രൂ 20 ഓം ആൻഡ് ദാറ്റ് വിൽ ബി in the opposite direction to the 3 ampere voltage current source there. So that is V1 minus 25 by 5 plus V1 by 20 minus 3 ampere will give you 0. So by solving this equation you can find out V1 is equal to 32 volt. By solving that equation you just check it. Therefore the Thevenin's voltage VTH of the circuit is 32 voltage. So we have found out V1 to be the voltage which is 32 voltage അല്ലേ. V1 തന്നെയാണ് എയ്ക്കും ബിക്കും അക്രോസ് ആയിട്ട് വരുന്നത്. VAB is equal to V1. So V1 is 32 voltage. ഇനി നമുക്ക് ZTH ആണ് കാണേണ്ടത്. സോ VTH കണ്ടുപിടിച്ചു, ZTH കാണണം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു റീപ്ലേസ് ഓൾ ദ സോഴ്സസ് ബൈ ഇറ്റ്സ് ഇൻറ്റേർണൽ ഇമ്പിഡൻസ് വിച്ച് ആർ 0 ആൻഡ് ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അറ്റ് ടെർമിനൽ A and B. അപ്പം നമുക്ക് ഈ വോൾട്ടേജ് സോഴ്സും കറണ്ട് സോഴ്സും മാറ്റിയിട്ട് നമുക്ക് അതിൻ്റെ ഇൻറ്റേർണൽ ഇമ്പിഡൻസ് വെച്ച് കണക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ആൻഡ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് അറ്റ് A and B ടെർമിനൽസ് എത്രയായിരിക്കും? 5ഉം 20ഉം പാരലലാണ് അല്ലേ. സോ 5 × 20 ബൈ 5 + 20 അത് 4ഉമായിട്ട് സീരീസാണ്. സോ പ്ലസ് 4 ആഡ് ചെയ്യുക. സോ 8 ഓം വിൽ ബി ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. സോ ദിസ് വിൽ ബി ദ ZTH or RTH. സോ ZTH നമ്മൾ തെവനിൻസ് വോൾട്ടേജുമായിട്ട് സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ തെവനിൻസ് ഇക്വലൻറ്റ് സർക്യൂട്ട് കിട്ടി. തെവനിൻസ് വോൾട്ടേജ് എത്രയാണ്? 32 volt. So 32 volt in series with 8 ohm, you will get Thevenin equivalent circuit for the above problem. So this is the Thevenin equivalent circuit for the above problem. ഇനി നിങ്ങൾ ഇതുപോലെ വേറെ 1-2 പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ 2 സോഴ്സ് ഉള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഒന്ന് കറണ്ട് സോഴ്സും ഒന്ന് വോൾട്ടേജ് സോഴ്സും. നോർമലി ടെക്സ്റ്റിൽ 2 വോൾട്ടേജ് സോഴ്സ് ഉള്ളതായിരിക്കും പറഞ്ഞിരിക്കുക. അത് നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ.